ഇന്നലെ എപ്പോഴായിരുന്നു മോളെ ഈ സംഭവം? 3 മണിക്കോ? ഇതിനകത്ത് എത്ര പേരുണ്ടായിരുന്നു വല്ലതും അറിയോ? 4 പേര്. എല്ലാവർക്കും വല്ലതും പറ്റിയോ? ഓടികൊണ്ട് അവര് എവിടെ പോയിട്ട് വന്ന? ശബരിമല. പണിക്ക് വല്ലതും പോയവരായിരിക്കും ഇല്ലേ? ശബരിമല പമ്പയിൽ നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന് താഴെയുള്ള വീടിൻ്റെ മുറ്റത്ത് പതിച്ചു. കൊച്ചുകോയിക്കൽ പറക്കുടിമുക്ക് ജംഗ്ഷന് സമീപമാണ് സംഭവം. കാറിലുണ്ടായിരുന്ന 4 പേർക്കും പരിക്ക് പറ്റി. കുഞ്ഞുങ്ങളുള്ള വീടായിരുന്നു. ഏതായാലും കുഞ്ഞുങ്ങൾ വീട്ടുമുറ്റത്തൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് വൻ അപകടം ഒഴിവായി. കുഞ്ഞുങ്ങളും അതുപോലെ പ്രായമായ ആളുകളും ഒക്കെ ആ വീട്ടിലുള്ള വീടാണ്. അവർ സാധാരണ ഉച്ച സമയത്ത് ഒരു 3-3:30 ആയ സമയമാണ്. അന്നേരം മുറ്റത്തിറങ്ങിയില്ല. മുറ്റത്തിറങ്ങാതിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. വീട്ടുമുറ്റത്ത് കുഞ്ഞുങ്ങളില്ലാതിരുന്നത് കൊണ്ട് വൻ ആപത്തൊഴിവായി. കാറിലുണ്ടായിരുന്ന രജീഷ് കുമാർ, രാമൻ, മനോജ്, രാജു എന്നിവരെ അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. ശബരിമല പമ്പയിൽ ഗസ്റ്റ് ഹൗസിൽ ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മൾ ഈ റോഡെന്ന് പറഞ്ഞാൽ റോഡിൽ നിന്നും റോഡ് സൈഡിലുള്ള ഒരു തെങ്ങിലിടിച്ചിട്ട് ഈ കാറ് തെറിച്ച് ഈ മുറ്റത്ത് ചെന്ന് ചാടിയതാണ്. അതായത് മുറ്റവും ഈ റോഡും തമ്മിൽ ഏകദേശം ഒരു 10-20 മീറ്റർ താഴ്ചയുള്ള സ്ഥലമാണ്. പിന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇത് നിയന്ത്രണം വിട്ടത് ഏത് രീതിയിലാണ് നിയന്ത്രണം വിട്ടതെന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചിരുന്നാലും വലിയൊരു വൻ അപകടം ഒഴിവായത് എല്ലാവർക്കും സന്തോഷമുണ്ട്. നാട്ടുകാരൊക്കെ പറയുന്നത് വലിയൊരു അപകടം ഒഴിവായി. ഈ കാറിൻ്റെ കിടപ്പൊക്കെ അനുസരിച്ച് അതിലെ ഒറ്റ ആളുകൾ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നാട്ടുകാർ പറഞ്ഞത്. പക്ഷേ ഇത് അമിതമായ സ്പീഡിൽ വന്ന് ഇനിയിപ്പം നിയന്ത്രണം വിട്ടുപോയതാണ്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല.